പണ്ട് അബ്രാഹാം എന്നു പേരുള്ള ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ സഹോദരപുത്രനായ ലോത്തുമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വലിയൊരു യാത്രയിലായിരുന്നു. അവരുടെ കൂടെ ഒരുപാട് ആടുകളും ഒട്ടകങ്ങളുമുണ്ടായിരുന്നു. യാത്രക്കിടയിൽ അവർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അബ്രാഹത്തിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ ആടുകൾക്ക് തിന്നാനുള്ള പുല്ലാണ് എന്നു പറഞ്ഞ് അവർ ബഹളം വെച്ചു. ഇടയന്മാർ തമ്മിൽ വഴക്കിടുന്നത് കണ്ടപ്പോൾ അബ്രാഹത്തിന് വിഷമമായി. അദ്ദേഹം ലോത്തിനെ അരികിലേക്ക് വിളിച്ചു. നമ്മൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല, കാരണം നമ്മളൊരു കുടുംബമാണ്, അബ്രാഹം സ്നേഹത്തോടെ പറഞ്ഞു. അബ്രാഹം ദൂരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, നമുക്ക് മുന്നിൽ വലിയൊരു ഭൂമിയുണ്ട്. നീ നിനക്കിഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുത്തോളൂ. നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകാം, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകാം. ലോത്ത് ചുറ്റും നോക്കി. ദൂരെ യോർദാൻ താഴ്വര കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. അവിടെ നല്ല പച്ചപ്പുള്ള പുൽമേടുകളും ഒഴുക്കുള്ള പുഴയുമുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്കാ പച്ചപ്പുള്ള താഴ്വര മതി, ലോത്ത് പറഞ്ഞു. അബ്രാഹാം സന്തോഷത്തോടെ അത് സമ്മതിച്ചു. പിണക്കമില്ലാതെ അവർ തമ്മിൽ ഒരു നല്ല തീരുമാനമെടുത്തു. ലോത്ത് തന്റെ ആടുകളെയും ഒട്ടകങ്ങളെയും കൂട്ടി താഴ്വരയിലേക്ക് യാത്ര തിരിച്ചു. അബ്രാഹാം അവനെ കൈവീശി യാത്രയാക്കി. അവർ രണ്ടുപേരും ഇപ്പോഴും നല്ല കൂട്ടുകാരായിരുന്നു. ലോത്ത് പോയിക്കഴിഞ്ഞപ്പോൾ അബ്രാഹാം ഒറ്റയ്ക്കായി. പക്ഷേ അദ്ദേഹം സങ്കടപ്പെട്ടില്ല. ആ രാത്രിയിൽ ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു. അബ്രാഹാം, നീ കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കൂ, ദൈവം പറഞ്ഞു. ഈ കാണുന്ന ഭൂമി മുഴുവൻ ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും നൽകും. നിന്റെ കുടുംബം ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഒരുപാടായി വളരും, ദൈവം വാഗ്ദാനം ചെയ്തു. അബ്രാഹാം വളരെ സന്തോഷിച്ചു. അബ്രാഹാം ദൈവത്തിന് നന്ദി പറഞ്ഞു. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ജീവിതം അവിടെ തുടങ്ങി. സ്നേഹത്തോടെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കാം എന്ന് അബ്രാഹാം നമുക്ക് കാണിച്ചു തന്നു.